ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സീനത്ത് സമീർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിവിടെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞാൽ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. ചെറിയ ഡൗട്ടൊക്കെ കുറേ പേർക്കുണ്ട്. അപ്പോൾ ആ ഡൗട്ടൊന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എല്ലാവർക്കും പെരുന്നാൾ കഴിഞ്ഞ് ഒരു ക്ഷീണമായിട്ട് ഇരിക്കുമല്ലോ എന്ന്. നമുക്കും പെരുന്നാളൊക്കെ നല്ല രീതിയിലൊക്കെ കഴിഞ്ഞു. അപ്പം ഇന്നിപ്പോൾ വലിയൊരു പണിയൊന്നും ഇല്ല. അപ്പം നമുക്ക് ആ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇട്ടത്. എന്താ ഡൗട്ട് പറഞ്ഞാൽ, ഈ ചില പേര് വന്നിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയും, പക്ഷെ അവർ വന്നിട്ട് എവിടെ നിന്നാണ് പീസ് നമ്മൾ വാങ്ങിക്കണത്, പക്ഷെ നമ്മൾ ആരുടെ അടുത്ത് ചോദിക്കും, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ കൺഫ്യൂഷനായിട്ട് ഇരിക്കണവരുണ്ടാകും അല്ലേ. അപ്പം നമുക്കും അതേപോലെ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ പുതിനത്തിൽ തന്നെ ഉള്ള കാരണം മെയിനായിട്ട് ഇതിൻ്റെ മാർക്കറ്റ് പറയണത് നമ്മൾ കൊടുവേരി മാർക്കറ്റാണ്. അപ്പോൾ നിങ്ങൾ എവിടെയാണെന്ന് ഉള്ളത് എന്നുള്ളത് ഓരോ ആൾക്കാർ ഓരോ സ്ഥലത്തായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ഇതിനെപ്പറ്റി അന്വേഷിക്കണം പറഞ്ഞ് നമ്മുടെ കൊടുവായൂർ മാർക്കറ്റ് തന്നെ വരണം. നമ്മൾ കൊടുവായൂരിൽ വന്നു പറഞ്ഞാൽ അവിടെ കുറേ നമുക്ക് ഇതേപോലെ അവിടെ നിന്നാണ് കുറേ പേര് നെയ്റ്റീവ് പീസൊക്കെ കൊണ്ടുപോകണതും പിന്നെ അവിടെ തന്നെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ പിന്നെ സൗകര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് മേലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പിന്നെ എനിക്ക് പറയുമ്പോൾ ഇവിടെ വീട്ടിൽ കൊണ്ടുതരും. എന്താണ് പറഞ്ഞാൽ നമുക്കിവിടെ അടുത്തല്ലേ, അപ്പോൾ കൊണ്ടുതരും. പിന്നെ നിങ്ങൾ അവിടെ പോയിട്ട് അവനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾ അവിടെ പോയി ഒന്ന് അന്വേഷിക്കുക. ഇവിടെ വന്ന് അന്വേഷിച്ചാൽ പിന്നെ ചാർജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ. നെയ്റ്റ് ചാർജ് പറയുമ്പോൾ ചിലപ്പോൾ 6.50 തൊട്ടിട്ട് 15 രൂപ 13 രൂപ അങ്ങനെയൊക്കെ ഉണ്ട്. ചിലപ്പോൾ അതൊന്നും കൂടാം, അതൊന്നും കമ്മിയാകാം. മാക്സി പറയുമ്പോൾ സാധാ മാക്സി എന്നും നമ്മളുടെ ഇപ്പോൾ ഫ്രോക്ക് മാക്സി പറഞ്ഞിട്ട് വരുന്നില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ സ്റ്റിച്ചിങ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മാതിരിയൊക്കെയാണ് ചാർജ്. അപ്പോൾ എനിക്ക് കിട്ടുന്നതായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ചാർജിൽ അങ്ങനെയൊക്കെയാണ്. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് സംസാരിച്ചാൽ മാത്രം തന്നെ ഇതിൻ്റെയൊക്കെ അറിയുള്ളൂ. ഇപ്പോൾ ഒരു 30 പീസാണ് നിങ്ങൾ എടുക്കുന്നത്, നമുക്ക് കിട്ടണത് പറഞ്ഞാൽ ആ 30 പീസിൻ്റെ എല്ലാ സാധനങ്ങളും അവർ കൊണ്ടുതരും. നമ്മൊന്നും ഇട്ടിട്ട് നമ്മൾ തെക്കേണ്ട ആവശ്യമില്ല. നൂലായാലും ശരി, ലേബിളാകും, അതിൻ്റെ ഏതാണ് നമ്മൾ കമ്പനി പറയുമ്പോൾ അതിൻ്റെ പേരെഴുതിയിട്ടുള്ളത് ലേബിൾ നമുക്ക് ഉണ്ടാകും. അങ്ങനെ ലേബിള്, ഷിബ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവർ നമ്മുടെ കയ്യിൽ എത്തിക്കും. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ കെട്ടിയിട്ട് അവർ വന്ന് നമ്മളിങ്ങനെ ഫിനിഷിങ് ആക്കിയിട്ട് അവൻ്റെ കയ്യിൽ കൊടുക്കണം. ഇതാകുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് പിന്നെ അവർ കൊണ്ടും പോകും. അതൊക്കെയാണ് ഈ സ്റ്റിച്ചിങ്ങിലുള്ള നമുക്ക് കാര്യങ്ങൾ കേട്ടോ. പിന്നെ വന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞാൽ, പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു കുടുംബമായാലും അവിടെ 2 പേരും സമ്പാദിക്കണം അല്ലേ. അപ്പം തന്നെ ആ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഫസ്റ്റൊക്കെ ആണെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു 10 പേര് ഒരു അടങ്ങിയ ഒരു കുടുംബമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളെ അവിടെയൊക്കെ ഒരു വരുമാനം ഉണ്ടാവുള്ളൂ. അവിടെ ഒരാളുടെ വരുമാനം പറയുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം 50 ആയിരിക്കുക, ചിലപ്പോൾ 100 ആയിരിക്കുക. അങ്ങനെ ആയാലും അവർ നല്ല രീതിയിൽ മുന്നോട്ട് ബുദ്ധിമുട്ടുണ്ടായാലും അപ്പോൾ അടവുകളില്ല. മെയിനായിട്ട് പണ്ട് പറയുമ്പോൾ അടവുകളില്ല, ആഡംബര ജീവിതവും അല്ല. അവർ കൊണ്ടുവരുന്ന പൈസയിൽ അവരിങ്ങനെ നല്ല രീതിയിൽ ജീവിക്കും അല്ലേ. ഇപ്പം അങ്ങനെയാണ്. ഇപ്പോൾ പറയുമ്പോൾ മെയിനായിട്ട് ഫീസ്, സ്കൂൾ പറഞ്ഞാൽ പിന്നെ സ്കൂൾ ഫീസ്, മദ്രസ ഫീസ്, ഓട്ടോവും അങ്ങനെ പറയുമ്പോൾ ഒരുപാട് ഫീസുകൾ, പിന്നെ അടവുകൾ, പിന്നെ എന്താണ്, പിന്നെ അങ്ങനെ പിന്നെ നമ്മളുടെ വീട്ടിലത്തെ ചിലവുകളും അതൊക്കെ നോക്കുമ്പോൾ വന്നിട്ട് 2 പേർ ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മളുടെ ഒരു കുടുംബത്തിൽ സന്തോഷത്തോടെ ജീവിക്കണം വെച്ചാൽ 2 പേരും സമ്പാദിക്കണം. പിന്നെ ഈ കച്ചവടമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക് പറഞ്ഞാൽ കുഴപ്പമില്ല, അവർക്ക് ചിലപ്പോൾ മാക്സിമം വരുമാനം ഉണ്ടാകും. നമ്മളെന്തെങ്കിലും ഒന്ന് സഹായിച്ചാൽ മതി. ഞാനും അങ്ങനെയൊക്കെ അതിനുള്ള സമയങ്ങൾ നമ്മൾ കണ്ടെത്തണം കേട്ടോ. മിഷീനിൽ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടണില്ല, വീട്ടിലത്തെ പണി തന്നെ കറക്റ്റായി ഇരിക്കണുള്ളൂ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ടാകും. മിഷീനത്തെ കാര്യം മാത്രമല്ല ഞാൻ പറയണത്, എന്ത് പണി ഇപ്പം നിങ്ങൾ എന്താ പഠിച്ചിരിക്കണത് അത് അങ്ങനെ മനസ്സിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ ആഗ്രഹം അത് നല്ല രീതിയിൽ അങ്ങോട്ട് നമ്മൾ ചെയ്യുക.
നമ്മൾ വന്നിട്ട് ചെയ്താൽ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുമോ, ഇനിയിപ്പോൾ ഒരു മെഷീനിൽ തന്നെ നമ്മൾ ഈ സ്റ്റിച്ചിങ് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്, അതിനിപ്പോൾ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകേണ്ടത്, വീട്ടിൽ മെഷീൻ ഇല്ല, അത് വാങ്ങിയിട്ടാൽ ശരിയാകുമോ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിൽ അങ്ങനെ ഇതാക്കണ്ട, നമ്മൾ അങ്ങനെ മുന്നോട്ട് എടുത്ത് വെക്കുക. നമ്മൾ എന്തൊരു പണിയും കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് അധ്വാനിക്കാൻ പറ്റുള്ളൂ. ഈ വീട്ടിലത്തെ പണിയും പറയുമ്പോൾ നമ്മൾ ഒരു 10 മണി മക്കൾ സ്കൂളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഏകദേശം പണികളൊക്കെ കഴിയില്ലേ, അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങുക. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, യാതൊരു പണി ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, കുറച്ച് സമയങ്ങളൊക്കെ മാറ്റി വെക്കണം, ചിലപ്പോൾ അവിടെ നമുക്ക് പോകാൻ പറ്റില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ ഒരു കെട്ട് പീസ് വാങ്ങിച്ചിട്ട് നമ്മൾ വന്നിട്ട് അവർ ചോദിച്ച സമയത്ത് നമുക്ക് കൊടുക്കണം. ചിലപ്പോൾ ഒരു ദിവസം അങ്ങോട്ട് ഇങ്ങോട്ട് വിട്ട് വീഴ്ച വെക്കാൻ ഒരുപാടൊന്നും അങ്ങനെ ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെല്ലാം കൊണ്ടും ഒരു അനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് വെച്ചാൽ നമുക്ക് എല്ലാ പണിയും എളുപ്പമായി കിട്ടും. അപ്പോൾ ഇത് ചിലപ്പോൾ ഈ സ്റ്റിച്ചിങ്ങിനെ പറ്റി അറിയാത്തവർ കുറേ ആൾക്കാരുണ്ടാകും. സ്റ്റിച്ചിങ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ചിട്ട് എവിടെ നിന്നാണ് നമ്മൾ വാങ്ങിക്കണത്, പീസ് എവിടെ നിന്നാണ് നമ്മൾ വാങ്ങിക്കണത്, ആരുടെ അടുത്ത് നമ്മൾ ചോദിക്കണത്, അങ്ങനെയൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾ ഈ ഏരിയ പറയുമ്പോൾ ഇപ്പോൾ നെന്മാറിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞില്ലേ, അപ്പോൾ അതേപോലത്തെ ഉള്ളവരൊക്കെ ആണ് വെച്ച് മെയിനായിട്ട് കൊടുവായൂർ മാർക്കറ്റിൽ വന്ന് ചോദിക്കുക. പിന്നെ അവർക്ക് അവിടെ കൊണ്ട് തരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാകുമോ, ചിലവർ വന്നിട്ട് ഒരു 10 കെട്ടൊക്കെ ആണ് പറഞ്ഞ് ഒരു വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് അവിടുന്ന് നിങ്ങൾക്കൊപ്പം കൂട്ടായിട്ട് 2 പേരിനെയും 3 പേരിനെയും നിങ്ങൾ സങ്കല്പിച്ച് വെച്ച് അവരൊരു വീട്ടിൽ കൊണ്ട് വെച്ച് പറഞ്ഞ് നിങ്ങളെല്ലാവരും പാടെ അത് സ്റ്റിച്ച് ചെയ്തിട്ട് ആ വീട്ടിൽ തന്നെ കൊണ്ടുപോകുമ്പോൾ അവരെടുത്തിട്ട് പോകാനും അവർക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ വന്നിട്ട് അവരോട് സംസാരിക്കുമ്പം നിങ്ങൾക്ക് എന്താണ് എളുപ്പം, അവിടെ കുറേ ബ്രാഞ്ച് ഉണ്ടാകും, കടകളുണ്ടാകും. അപ്പോൾ അതിൽ വന്നിട്ട് നിങ്ങൾക്ക് ഏതാ മുതലാകണമെന്നൊക്കെ നമ്മൾ നോക്കണമല്ലോ. അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ മിസ്റ്റേക്കോ ഉണ്ട് പറഞ്ഞാൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും.